സൗദിക്ക് പണമുണ്ട്, പാകിസ്ഥാന് ആണവായുധമുണ്ട്, തുർക്കിക്ക് സാങ്കേതിക വിദ്യയുണ്ട്. മൂവരും ഒന്നിച്ചാലുള്ള ശക്തി ഭീകരം. ഒരുത്തനെ തൊട്ടാൽ എല്ലാവരും ചേർന്ന് തിരിച്ചാക്രമിക്കും. ഇന്ത്യക്കും ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഭീഷണി. ഇസ്ലാമിക നാറ്റോ ചർച്ചയാകുമ്പോൾ അറിയാം ഇന്ത്യത്തിൽ. ഒരുത്തനെ തൊട്ടാൽ എല്ലാവരും ചേർന്ന് തിരിച്ചാക്രമിക്കുന്ന സംഘടിതമായ പ്രതിരോധം. 1949 നിലവിൽ വന്ന നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്ന നാറ്റോ അന്താരാഷ്ട്ര സൈനിക സഖ്യങ്ങളിൽ ഏറ്റവും മുൻപന്തിയിലുള്ളത് അങ്ങനെയാണ്. കൂട്ടായ പ്രതിരോധമാണ് നാറ്റോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. സഖ്യകക്ഷികളിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിന് നേരെ ആക്രമണമുണ്ടായാൽ അത് എല്ലാ അംഗരാജ്യങ്ങൾക്കും നേരെയുള്ള ആക്രമണമായി കണക്കാക്കപ്പെടുകയും എല്ലാവരും ചേർന്ന് തിരിച്ചടിക്കുകയും ചെയ്യും. നിലവിൽ 32 രാജ്യങ്ങൾ നാറ്റോയിൽ അംഗങ്ങളാണ്. ഏറ്റവും ഒടുവിലായി ഫിൻലൻഡും സ്വീഡനും എന്നീ രാജ്യങ്ങൾ സഖ്യത്തിൽ ചേർന്നു. യൂറോപ്പിൽ നിന്ന് 30 രാജ്യങ്ങളാണ് നാറ്റോയിലുള്ളത്. അൽബേനിയ, ബെൽജിയം, ബൾഗേറിയ, ക്രൊയേഷ്യ, ചെക്ക് റിപ്പബ്ലിക്, ഡെൻമാർക്ക്, എസ്റ്റോണിയ, ഫിൻലൻഡ്, ഫ്രാൻസ്, ജർമ്മനി, ഗ്രീസ്, ഹംഗറി, അയർലൻഡ്, ഐസ്ലാൻഡ്, ഇറ്റലി, ലാറ്റ്വിയ, ലിത്വാനിയ, ലക്സംബർഗ്, മോണ്ടനെഗ്രോ, നെതർലൻഡ്സ്, നോർത്ത് മാസിഡോണിയ, നോർവേ, പോളണ്ട്, പോർച്ചുഗൽ, റൊമാനിയ, സ്ലൊവാക്യ, സ്ലൊവേനിയ, സ്പെയിൻ, സ്വീഡൻ, തുർക്കി, ബ്രിട്ടൻ എന്നിവയാണവ. നോർത്ത് അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നും കാനഡ, അമേരിക്ക എന്നീ 2 രാജ്യങ്ങളും നാറ്റോയിലുണ്ട്. ഇതോടെ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായി നാറ്റോ മാറി. അംഗരാജ്യങ്ങൾക്കിടയിൽ ജനാധിപത്യം, വ്യക്തി സ്വാതന്ത്ര്യം, നിയമവാഴ്ച എന്നിവ പ്രോത്സാഹിപ്പിക്കുകയും നാറ്റോയുടെ ലക്ഷ്യമാണ്. അംഗരാജ്യങ്ങൾ അവരുടെ സൈനിക ശേഷി പങ്കുവയ്ക്കുകയും സംയുക്ത സൈനിക അഭ്യാസങ്ങൾ നടത്തുകയും ചെയ്യുന്നു. ലോകത്തെ യുദ്ധങ്ങൾ കുറയ്ക്കുന്നതിൽ ഏറ്റവും വലിയ പങ്കുവഹിച്ചത് ഈ സഖ്യമാണെന്നും പഠനങ്ങൾ പറയുന്നു. പക്ഷേ യുക്രൈൻ യുദ്ധത്തിന് കാരണമാക്കിയതും ഇതേ നാറ്റോയാണെന്നത് വേറെ കാര്യം. യുക്രൈൻ നാറ്റോയിൽ ചേർന്നത് തങ്ങൾക്ക് ഭീഷണിയാണെന്ന റഷ്യയുടെ വാദമാണ് 10,000-ങ്ങളെ കൊന്നൊടുക്കിയ ഇന്നും തീരാത്ത കെടുതിക്ക് കാരണം. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളെ നാറ്റോ തങ്ങളുടെ സഖ്യത്തിൽ ചേർത്തത് റഷ്യയ്ക്ക് ഭീഷണിയായി തോന്നി. റഷ്യയുടെ അതിർത്തി രാജ്യം നാറ്റോയിൽ ചേരുന്നത് തങ്ങളുടെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണെന്ന് വ്ളാദിമിർ പുടിൻ വാദിക്കുന്നു. യുക്രൈൻ നിലവിൽ നാറ്റോയിൽ അംഗമല്ലാത്തതിനാൽ നാറ്റോ സേന നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കുന്നില്ല. എന്നാൽ യുക്രൈന് വൻതോതിൽ ആയുധങ്ങളും സാമ്പത്തിക സഹായവും നാറ്റോ രാജ്യങ്ങൾ നൽകി വരുന്നു. അതുകൊണ്ടാണ് അവർ പിടിച്ചു നിൽക്കുന്നത്. ലോകത്തിലെ പല ചെറിയ രാജ്യങ്ങളും അതിജീവിക്കുന്നത് അവർക്ക് സ്വന്തമായി സൈന്യവും ആയുധങ്ങളും ഉണ്ടായതുകൊണ്ടല്ല, അവ നാറ്റോ സഖ്യത്തിന്റെ ഭാഗമായതുകൊണ്ടാണ്. സാങ്കേതിക വിദ്യകളും ആശയങ്ങളും കൈമാറുന്നതോടെ യുദ്ധച്ചെലവുകളും വലിയ രീതിയിൽ കുറയുന്നു. ഇന്ന് ലോകത്തിൽ ആരും ഭയക്കുന്ന സൈനിക ശക്തിയായി നാറ്റോ മാറി. അപ്പോഴാണ് സൗദിയും തുർക്കിയും പാകിസ്ഥാനും അടങ്ങുന്ന ഇസ്ലാമിക രാജ്യങ്ങൾക്ക് ഒരു ആഗ്രഹമുണ്ടായത്. സൗദിക്ക് പണമുണ്ട്, പാകിസ്ഥാന് ആയുധങ്ങളുണ്ട്, തുർക്കിക്ക് സാങ്കേതിക വിദ്യയുണ്ട്. എന്നാൽ എന്തുകൊണ്ട് തങ്ങൾക്കൊരു ഇസ്ലാമിക നാറ്റോ ആയിക്കൂടാ എന്നതായിരുന്നു അവരുടെ ചിന്ത. ലോകത്തിന്റെ ശാക്തിക ചേരിയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ചിന്തയായിരുന്നത്. ഇസ്ലാമിക് നാറ്റോ എന്ന ആശയം വളരെ കാലം മുൻപ് തന്നെ ലോകത്ത് നിലനിൽപ്പുണ്ടായിരുന്നു. ഈജിപ്തും ഇറാനും തുർക്കിയും ഒക്കെ പ്രതാപിയായിവാണ് ഒരു കാലത്തിന്റെ ഒരു ഗൃഹാതുരത്വവും. ഇന്ന് ആഗോള ഇസ്ലാമിക നേതൃത്വത്തിനുണ്ടായ തിരിച്ചടിയും ഒക്കെ പലപ്പോഴും ചർച്ചയാവാറുമുണ്ട്. ഇസ്ലാമിക് മിലിറ്ററി കൗണ്ടർ ടെററിസം കൊലിഷൻ എന്ന സൈറ്റ് വഴിയാണ് ഇത്തരം ചർച്ചകൾ നടക്കുന്നത്. സൗദി അറേബ്യ, പാകിസ്ഥാൻ, തുർക്കി എന്നീ രാജ്യങ്ങൾ ചേർന്നുള്ള ഒരു പുതിയ പ്രതിരോധ സഖ്യത്തെ വിശേഷിപ്പിക്കാൻ രാഷ്ട്രീയ നിരീക്ഷകർ ഉപയോഗിക്കുന്ന പേരാണ് ഇസ്ലാമിക നാറ്റോ. ഇത് നാറ്റോ പോലെ ഒരു ഔദ്യോഗിക സംഘടനയല്ല, പക്ഷേ നാറ്റോയെ പോലെ കൂട്ടായ പ്രതിരോധം എന്ന ആശയത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഈ സഖ്യത്തിൽ ഒരു രാജ്യത്തിനെതിരെ ആക്രമണം ഉണ്ടായാൽ അത് എല്ലാ അംഗരാജ്യങ്ങൾക്കും നേരെയുള്ള ആക്രമണമായി കണക്കാക്കി സംയുക്തമായി നേരിടുക എന്ന നാറ്റോയുടെ ആർട്ടിക്കിൾ 5 എന്ന തത്വത്തിന് സമാനമാണ് ഇവരുടെ പ്രവർത്തനം. ഇതിൽ ഓരോ രാജ്യത്തിനും കൃത്യമായ പങ്കുണ്ട്. സൗദി അറേബ്യ സാമ്പത്തിക സഹായം നൽകുന്നു. പാകിസ്ഥാൻ സൈനിക ശേഷിയും ആണവായുധ സുരക്ഷയും വാഗ്ദാനം ചെയ്യുന്നു. തുർക്കി അത്യാധുനിക സൈനിക സാങ്കേതിക വിദ്യയും ഡ്രോണുകളും ലഭ്യമാക്കുന്നു. ഈ സഖ്യം യാഥാർത്ഥ്യമാകുന്നതിന്റെ പ്രാഥമിക ഘട്ടങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. 2025 സെപ്റ്റംബറിൽ സൗദി അറേബ്യയും പാകിസ്ഥാനും ഒരു തന്ത്രപരമായ സംയുക്ത പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചതാണ് ഇത്തരം ചിന്തകൾക്ക് തുടക്കം. 2026 ജനുവരിയിലെ റിപ്പോർട്ടുകൾ പ്രകാരം തുർക്കി ഈ കരാറിൽ ചേരാനുള്ള ചർച്ചകൾ പൂർത്തിയാക്കി വരികയാണ്. കഴിഞ്ഞ സെപ്റ്റംബറിൽ അറബ് ലീഗും ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷനും സംഘടിപ്പിച്ച ഉച്ചകോടിയിൽ അറബ് രാജ്യങ്ങൾക്കായി നാറ്റോ ശൈലിയിലുള്ള ഒരു സംയുക്ത ടാസ്ക് ഫോഴ്സ് ഈജിപ്ത് ശുപാർശ ചെയ്തിരുന്നു. ഗൾഫ് സഹകരണ കൗൺസിലിലെ 6 അംഗങ്ങൾ ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നീ രാജ്യങ്ങൾ 2000 ഒപ്പുവെച്ച സംയുക്ത പ്രതിരോധ കരാറിൽ ഒരു വ്യവസ്ഥ പാലിക്കുമെന്നും വാഗ്ദാനം ചെയ്തു. ഉച്ചകോടിയിൽ ഇറാഖി പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയ അൽ സുഡാനിയും പ്രാദേശിക സുരക്ഷയ്ക്കുള്ള കൂട്ടായ സമീപനം എന്ന ആശയത്തെ പിന്തുണച്ചു.
മേഖലയിലെ ഇസ്രായേലി പദ്ധതികൾ നിരീക്ഷിക്കുന്നതിനും ഇസ്രായേലിന്റെ പദ്ധതികളെ ചെറുക്കുന്നതിന് ഫലപ്രദമായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നതിനും ഒരു സംയുക്ത ടാസ്ക് ഫോഴ്സിന് പാകിസ്ഥാനും ആഹ്വാനം ചെയ്തു. മുതിർന്ന ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഖത്തറിലെ ദോഹയിൽ ഇസ്രായേൽ നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിന് ശേഷമായിരുന്നു ഈ നീക്കം. അതേ മാസം തന്നെ സൗദി അറേബ്യ പാകിസ്ഥാനുമായി ഒരു തന്ത്രപരമായ പരസ്പര പ്രതിരോധ കരാർ പ്രഖ്യാപിച്ചു. ഇസ്ലാമിക് നാറ്റോ എന്നത് ഔദ്യോഗിക നാമമല്ല, മറിച്ച് നാറ്റോയ്ക്ക് സമാനമായ ഒരു നിർദ്ദിഷ്ട പ്രതിരോധ ചട്ടക്കൂടിനെ വിശേഷിപ്പിക്കാൻ നിരീക്ഷകർ ഉപയോഗിക്കുന്നതാണിത്. ഇസ്ലാമിക് നാറ്റോ എന്നതിന് പുറമെ മുസ്ലിം നാറ്റോ എന്നും ചിലർ ഇതിനെ വിളിക്കുന്നുണ്ട്. ഇതൊരു ഔദ്യോഗിക സൈനിക ബ്ലോക്കായി പ്രഖ്യാപിച്ചിട്ടില്ല. അതിനിടെ തന്നെ പല ആഭ്യന്തര വൈരുദ്ധ്യങ്ങളാൽ ഇത്തരം ഒരു ഗ്രൂപ്പ് നിലവിൽ വരാനുള്ള സാധ്യതയും വിരളമാണെന്ന് വിലയിരുത്തുന്നുണ്ട്. ഇസ്ലാമിക നാറ്റോ എന്ന ഈ ആശയത്തിൽ ഏറ്റവും സൂക്ഷിക്കേണ്ട രണ്ട് രാജ്യങ്ങൾ ഇസ്രയേലും ഇന്ത്യയുമാണ്. ഗൾഫ് മേഖലയിലെ സുരക്ഷാ വെല്ലുവിളികളും ഇസ്രയേലുമായി നിലനിൽക്കുന്ന സംഘർഷങ്ങളുമാണ് ഇസ്ലാമിക നൊസ്റ്റാൾജിയെ ഉദ്ദീപിപ്പിക്കുന്നത്. പിറന്നുവീണ അന്ന് തന്നെ ഇസ്രായേലുമായി മുട്ടാൻ തുടങ്ങിയതാണ് ഗൾഫിലെ ഇസ്ലാമിക രാജ്യങ്ങൾ. അന്ന് പ്രതാപശാലിയായ ഈജിപ്തും ലബനനും സിറിയയും അടക്കമുള്ള രാജ്യങ്ങൾ വളഞ്ഞിട്ട് ആക്രമിച്ചിട്ടും ഇന്ന് വരെ നടന്ന ഒരു യുദ്ധത്തിലും അവർക്ക് ഇസ്രായേൽ എന്ന കുഞ്ഞൻ രാഷ്ട്രത്തെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. 1967 ഇസ്രായേലിനോട് വെറും 6 ദിവസം കൊണ്ട് തോറ്റു തുന്നം പാടിയത് അന്ന് ഇസ്ലാമിക ലോകത്തിന്റെ അനൌദ്യോഗിക ഖലീഫയെ അറിയപ്പെടുന്ന ഈജിപ്ഷ്യൻ പ്രസിഡന്റ് നാസറിനേറ്റ വലിയ തിരിച്ചടിയായിരുന്നു. അതിനുശേഷം ഒരിക്കലും ആഗോള രാഷ്ട്രീയത്തിൽ ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്ക് മേൽക്കോയ്മ ലഭിച്ചിട്ടില്ല. ഇപ്പോൾ ഇതുപോലൊരു സഖ്യം വരുമ്പോൾ അവരുടെ ആദ്യ ടാർഗറ്റ് ഇസ്രായേൽ ആയിരിക്കുമെന്ന് ഉറപ്പാണ്. ലോകത്ത് എവിടെ പോയാലും അവിടെ പോയി ആക്രമിക്കുക എന്ന രീതിയാണ് ഇസ്രായേലിൻ്റേത്. ദോഹയിൽ പോയി അവർ നടത്തിയ ആക്രമണമൊക്കെ ഇതിൽ ഭാഗമാണ്. അവിടെയാണ് ഇസ്ലാമിക നാറ്റം ഉണ്ടായാൽ കളി മാറുക. ഒരു രാജ്യത്തെ ആക്രമിച്ചാൽ എല്ലാവരും കൂടി തിരിച്ചടിക്കുന്ന രീതി വന്നാൽ അത് ഒരു ലോക മഹായുദ്ധത്തിലേക്ക് തന്നെ നയിക്കും. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഇതേ പേടിയുണ്ട്. തങ്ങളുടെ ശത്രുക്കളെ എവിടെ പോയാലും പൊക്കുക എന്നതാണ് അമേരിക്കയുടെ രീതി. ഇസ്ലാമിക രാഷ്ട്രങ്ങൾ നാറ്റോ പോലെ ഒന്നിച്ചാൽ അത് ആഗോള തീവ്രവാദത്തിനുള്ള പരോക്ഷമായ പിന്തുണയാകുമെന്നും US സംശയിക്കുന്നുണ്ട്. മാത്രമല്ല, ഇന്ന് ഇസ്ലാമിക ലോകത്തെ ഏക ആണവശക്തിയാണ് പാകിസ്ഥാൻ. ദാരിദ്ര്യത്തിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ആ രാജ്യം ആണവ സാങ്കേതിക വിദ്യ മറ്റു രാജ്യങ്ങൾക്ക് കൈമാറിയാൽ ചെറിയ രാജ്യങ്ങൾ പോലും ആണവശക്തിയായി മാറുകയാണ് ഉണ്ടാവുക. അതും ലോക സമാധാനത്തിന് തന്നെ ഭീഷണിയാണ്. മാത്രമല്ല, ഇവിടെ നിന്നൊക്കെ അത് അൽ ഖൈദയ്ക്കും ഐസിസും അടങ്ങിയ 100,000 ഇസ്ലാമിക ഭീകര സംഘടനകളിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഇന്ത്യക്കും ഏറെ പേടിക്കാനുണ്ട്. പാകിസ്ഥാനെ പുതിയ സൈനിക മേധാവിയായി അസീം മുനീർ തീവ്രവാദികൾക്കുള്ള രഹസ്യ ഫണ്ടിംഗ് വരെ പുനരാരംഭിച്ചു കഴിഞ്ഞു. പാകിസ്ഥാന് സൈന്യത്തിന് വേണ്ട എല്ലാ ആയുധങ്ങളും ഇപ്പോൾ തന്നെ കൊടുക്കുന്നുണ്ട്. അത് തുർക്കിയാണ് കൊടുക്കുന്നത്. ഇന്ത്യ വാങ്ങാൻ ആവശ്യപ്പെട്ടിട്ടും കൊടുക്കാത്ത ആയുധങ്ങൾ തുർക്കി പാകിസ്ഥാന് കൊടുത്തിട്ടുണ്ട്. കശ്മീർ വിഷയത്തിൽ അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യക്കെതിരെ നിലപാട് സ്വീകരിച്ച രാജ്യമാണ് തുർക്കി. പാകിസ്ഥാനും തുർക്കിയും തമ്മിൽ വളരെ നേരത്തെയുള്ള സുദൃഢമായ ബന്ധമുണ്ട്. അതിന്റെ അടിസ്ഥാന കാരണവും മതമാണ്. തുർക്കിയിലെ ഖിലാഫത്തിന് ഇന്ത്യയിൽ പോലും വേരുകളുണ്ട്. അത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നു. ഓട്ടോമൻ സാമ്രാജ്യവും ഇസ്ലാമിക ഖലീഫേറ്റുമൊക്കെ പാകിസ്ഥാനികളുടെ മനസ്സിലും കുളിരുകോരിയിടുന്ന കാര്യമാണ്. യൂറോപ്പിലെ ഇസ്ലാമിക സംസ്കൃതിയുടെ പ്രധാന കേന്ദ്രമാണ് തുർക്കി. മുസ്തഫ കമാൽ പാഷയെ പോലുള്ള അങ്ങേയറ്റം മതേതരനായ ഒരു വ്യക്തി ഭരിച്ചിട്ടും ക്രമേണ ആ നാട് മതമൗലികവാദത്തിലേക്ക് നീങ്ങുകയാണ് ചെയ്തത്. ഒരുപാട് യുദ്ധങ്ങൾക്കും കണ്ണീരുകൾക്കും സാക്ഷ്യം വഹിച്ച തുർക്കി യൂറോപ്പിന്റെ രോഗി എന്ന പരിഹാസ പേര് എന്നും അന്വർത്ഥമാക്കിയിരുന്നു. മതത്തിന്റെ പേരിൽ ഉണ്ടായ രാജ്യമാണ് പാകിസ്ഥാൻ. പിന്നെ തുർക്കിക്ക് അവരെ പിന്തുണയ്ക്കാനാവാതിരിക്കില്ലല്ലോ. എർദോഗാന്റെ സമ്പൂർണ്ണ ആധിപത്യമുള്ള തുർക്കിയിൽ മതമൗലികവാദത്തിന് ഇന്ന് വലിയ മാർക്കറ്റുണ്ട്. തുർക്കിയെയും പാകിസ്ഥാനും തമ്മിലുള്ള ശക്തമായ പ്രതിരോധ ബന്ധവുമുണ്ട്. ചരിത്രപരമായി പാകിസ്ഥാനെയും തുർക്കിയെയും US നേതൃത്വമുള്ള ബാഗ്ദാദ് ഉടമ്പടിയുടെയും അതിനെ തുടർന്നുള്ള എസെൻഷ്യൽ ട്രീറ്റി ഓർഗനൈസേഷന്റെയും ഭാഗമായിരുന്നു. അവർ സൈനികമായി സഹായിക്കുന്നതും ഇത് ആദ്യമായല്ല. പാക് നേവിയുടെയും എയർഫോഴ്സിന്റെയും നട്ടലാണ് തുർക്കി. ആധുനിക വിമാനങ്ങൾ കൊടുക്കുന്നതും മെയിൻ്റനൻസ് ചെയ്യുന്നതും യുദ്ധക്കപ്പലുകൾ ഇറക്കുന്നതുമൊക്കെ തുർക്കിയുടെ സഹായത്തോടെയാണ്. പാക് നേവി ആധുനികവൽക്കരിക്കപ്പെട്ടതും തുർക്കിയുടെ സഹായത്തോടെയാണ്. ഇന്നും യൂറോപ്പിലെ ഏറ്റവും വലിയ സൈനിക ശക്തികൾ ഒന്നാണ് തുർക്കി. സൈന്യത്തിന്റെ 4,81,000 സജീവ ഉദ്യോഗസ്ഥർ ഉണ്ടെന്നാണ് കണക്ക്. റിസർവ് ആർമിയിൽ 3,80,000 പേരും 25 ബില്യൺ $. സൈനിക ബജറ്റാണ് അവരുടേത്. US സായുധ സേനയ്ക്ക് രണ്ടാമത്തെ വലിയ സൈനിക ശക്തിയാണ് തുർക്കി. പേര് കേട്ടതാണ് അവരുടെ വ്യോമസേനയും നാവികസേനയും. അതുകൊണ്ട് തന്നെ കോടിക്കണക്കിന് $. നൽകിയാണ് പാകിസ്ഥാൻ തുർക്കിയുടെ സഹായത്തോടെ സേനയെ നവീകരിക്കുന്നത്. യുദ്ധക്കപ്പലുകൾ രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനും പരിപാലിക്കാനും തദ്ദേശീയമായി കഴിവുള്ള 10 രാജ്യങ്ങളൊന്നാണ് തുർക്കി. നിരവധി സംയുക്ത സൈനിക അഭ്യാസങ്ങളും ഇരു രാജ്യങ്ങളും തമ്മിൽ നടത്തിയിട്ടുണ്ട്. 1998 ആരംഭിച്ച അറ്റാതുർക്ക് ജിന്നാസ് സംയുക്ത സൈനികാഭ്യാസം പ്രശസ്തമാണ്. ഇത് ഇന്നും തുടരുന്നുണ്ട്. ഓരോ രാജ്യവും അവരുടെ സ്വന്തം പ്രദേശത്ത് 1.5 വർഷങ്ങളിൽ ഈ അഭ്യാസം നടത്തി. ഈ രീതിയിൽ ഇപ്പോൾ തന്നെ പാകിസ്ഥാന്റെ സൈനിക നട്ടലാണ് തുർക്കി. ഇനി ഇസ്ലാമിക നാറ്റോ കൂടി വന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും? ഇന്ത്യ അങ്ങേയറ്റം ഭയക്കേണ്ട സാഹചര്യമാണ് വന്നു ചേരുന്നത്. ഈ ഇസ്ലാമിക് നാറ്റോയ്ക്ക് മുഴുവൻ ഇസ്ലാമിക രാജ്യങ്ങളുടെയും പിന്തുണയില്ല. ഏറ്റവും പ്രധാനം
ഇന്ന് ആഗോള ഇസ്ലാമിക നേതൃത്വം അവകാശപ്പെടുന്ന ഇറാൻ ഉടക്കി നിൽക്കുന്നു എന്നതാണ്. ഇറാൻ സൗദി ബന്ധം ഇപ്പോൾ ഒട്ടും നല്ല രീതിയിലല്ല. അതുപോലെ ഷിയ രാഷ്ട്രമായ ഇറാനും സുന്നി രാഷ്ട്രമായ പാകിസ്ഥാനും തമ്മിൽ നേരത്തെ മുതൽ പ്രശ്നമുണ്ട്. അടുത്തിടെയും ചില സംഘർഷങ്ങളുണ്ടായി. അതിർത്തി വഴിയുള്ള പാകിസ്ഥാന്റെ അനിയന്ത്രിത ഇടപെടലായിരുന്നു തർക്കത്തിന് കാരണം. പലപ്പോഴും സുന്നി രാജ്യങ്ങൾക്ക് ഭീഷണിയായിരുന്നു ഇറാൻ. ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും ഷിയ തീവ്രവാദം കയറ്റി അയക്കുക എന്ന പണിയാണ് 79-ലെ ഇറാൻ വിപ്ലവത്തിന് ശേഷം ഖൊമേനി ചെയ്തത്. ഇത് പല സുന്നി ഇസ്ലാമിക രാജ്യങ്ങൾക്കും ഭീഷണിയായി. ഹമാസ്, ഹിസ്ബുല്ല, ഹൂത്തികൾ എന്നിവയ്ക്ക് ഖൊമേനി ആയുധവും ധനവും നൽകി. ഇറാൻ എന്ന ഷിയ രാജ്യത്ത് പ്രസിഡന്റിനല്ല പവർ, പരമോന്നത നേതാവായി ഖൊമേനിക്കാണ്. ആഗോള ഇസ്ലാമിക നേതൃത്വമാണ് അവർ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ ഇറാൻ ആണവശക്തി ആവുന്നതിനെ പോലും ചുറ്റിക്കിടക്കുന്ന സുന്നി രാജ്യങ്ങൾ ഭീഷണിയായാണ് കാണുന്നത്. ഇന്ന് പാകിസ്ഥാൻ മാത്രമാണ് ഇസ്ലാമിക ലോകത്ത് ആണവശക്തിയായിട്ടുള്ളത്. ഷിയ ഐസിസ് എന്നറിയപ്പെടുന്ന ഹൂത്തി വിമതർ യമനിൽ ഇറാന്റെ സഹായത്താലാണ് വളർന്നത്. യമനിലെ ഇസ്ലാമിക ഗവൺമെന്റിനെ അട്ടിമറിച്ച് ഹൂത്തികൾ സമാന്തര ഭരണകൂടം സ്ഥാപിച്ചു. സുന്നി മുസ്ലിങ്ങളെ അടക്കം കൊന്നൊടുക്കി ചില ഭാഗങ്ങളിൽ അധികാരം പിടിച്ചു. ഇപ്പോൾ ഹൂത്തികൾ ചെങ്കടലിലെ കപ്പലുകൾ കൊള്ള ചെയ്ത് ഇസ്രായേലിന് നേരെ റോക്കറ്റ് മിസൈൽ ആക്രമണം നടത്തുന്നു. ലെബനൻ എന്ന ലിബറൽ രാജ്യം കീഴടക്കി ഹിസ്ബുള്ള എന്ന പ്രോക്സിയെ ഉണ്ടാക്കി ക്രിസ്ത്യാനികളെ തുരത്തി സുന്നി മുസ്ലിങ്ങളെ കൊന്നൊടുക്കി ഇറാൻ വീണ്ടും ഭീഷണി ഉയർത്തി. ഈ ഹിസ്ബുള്ള നിരന്തരം ഇസ്രായേലിനെ ആക്രമിച്ചു. ഹമാസിനും നിർലോഭമായ പിന്തുണയാണ് ഇറാൻ കൊടുക്കുന്നത്. സൗദിക്കും യുഎഇക്കും നേരെ ഹൂത്തികൾ ആക്രമണം അഴിച്ചുവിട്ടു. നേരത്തെ മക്കയ്ക്കും മദീനയ്ക്കും നേരെ മിസൈൽ അയച്ചവരാണ് ഈ ഹൂത്തികൾ. ഇതൊക്കെ എല്ലാ മുസ്ലിം രാജ്യങ്ങൾക്കും അറിയാം. അതുകൊണ്ടാണ് അവർ യഹൂദന്റെ സാങ്കേതിക വിദ്യയായ എയർ ഡിഫൻസ് സിസ്റ്റം മക്കയിൽ അടക്കം സ്ഥാപിച്ചത്. സൗദിയിലെ ഏറ്റവും വലിയ എണ്ണ കമ്പനിയായ ആറാംകോ പോലും ഹൂത്തികളാൽ ആക്രമിക്കപ്പെട്ടു. നിരവധി മലയാളികൾക്കടക്കം ജോലി കൊടുക്കുന്ന കമ്പനിയാണിത്. ബഹ്റൈനിലെ ഷിയ തീവ്രവാദ കൂട്ടായ്മ ഇറാൻ നിയന്ത്രിക്കുന്നതാണ്. ഈജിപ്ത് മുസ്ലിം ബ്രദർഹുഡിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇറാന്റെ തീവ്ര ഷിയ ആശയങ്ങളുടെ പ്രചരണം അവിടെ വലിയ ഭീഷണിയായി തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ ഈ സഖ്യത്തിൽ ഇറാനെ ഉൾപ്പെടുത്തിയിട്ടില്ല. മാത്രമല്ല, ഇറാനിൽ ഇപ്പോഴും ഇസ്ലാമിക ഭരണത്തിനെതിരെ ജനങ്ങളുടെ വലിയ പ്രക്ഷോഭം നടക്കുകയാണ്. ഒരു ചായ കുടിക്കാൻ 82 ഇന്ത്യൻ രൂപ കൊടുക്കേണ്ട നിലയിൽ ഇറാൻ സാമ്പത്തികമായും തകർന്നിരിക്കുകയാണ്. 10,000% നാണയപ്പെരുപ്പം. അതുകൊണ്ട് തന്നെ ഇറാനിലെ ഭരണകൂടം അതിജീവിക്കുമോ എന്ന് തന്നെ ആശങ്കയുണ്ട്. ഇനി അതിജീവിച്ചാലും സുന്നി ഷിയ പ്രശ്നം മൂലം ഇവർ ഇസ്ലാമിക നാറ്റോയിൽ നിന്ന് വിട്ടുനിൽക്കുകയും അതിനെതിരെ പ്രവർത്തിക്കാനുമാണ് സാധ്യതയെന്ന് BBC അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ പുതിയ നാറ്റോ വരുന്നതിൽ അതിശക്തമായ ഉടക്ക് ചൈനയ്ക്കുണ്ട്. കാരണം നിലവിൽ പാകിസ്ഥാനെ തങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് തിരിച്ച് ഒരു കോളനി രാഷ്ട്രം പോലെ ആക്കിയിരിക്കുകയാണ് ചൈന. ബെൽറ്റ് റോഡ് പദ്ധതിയുമൊക്കെയായി കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപമാണ് ചൈനയ്ക്ക് പാകിസ്ഥാനിലുള്ളത്. അപ്പോൾ ആ രാജ്യം തങ്ങളുടെ പിടിയിൽ നിന്ന് മോചിതമാവുന്നത് ചൈന ഇഷ്ടപ്പെടുന്നില്ല. അതുപോലെയാണ് അമേരിക്കയും. ട്രംപും പാക് സൈനിക മേധാവി അസീം മുനീറും ഒക്കെയുള്ള അടുത്ത ബന്ധമുണ്ട്. പാകിസ്ഥാനിലെ അമേരിക്കൻ താൽപര്യങ്ങൾക്ക് തിരിച്ചടിയാണ് ഇസ്ലാമിക നാറ്റോ. ഒപ്പം തീവ്രവാദം പുഷ്ടിപ്പെടുമെന്ന ഭീതിയും യുഎസിനുണ്ട്. തുർക്കിയും പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിൽ ത്രികക്ഷി പ്രതിരോധ സഹകരണം ഇപ്പോൾ നിലവിലുണ്ട്. 2023 ഓഗസ്റ്റിൽ റിയാദിലും 2024 ജനുവരിയിൽ റാവൽപിണ്ടിയിലും ഇവർ ചർച്ചകൾ നടത്തിയിരുന്നു. രാഷ്ട്രീയമായി ഇരു രാജ്യങ്ങളും ഏറെ സൗഹൃദം പുലർത്തുന്നുണ്ട്. പക്ഷേ തീവ്രവാദത്തിന്റെ കാര്യത്തിൽ സൗദി ഇപ്പോൾ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് എടുക്കുന്നത്. അവർ ഹമാസിനെ പോലും പിന്തുണയ്ക്കുന്നില്ല. ഇസ്രായേലുമായി പോലും നല്ല ബന്ധത്തിന് ആഗ്രഹിക്കുന്നു. എന്നാൽ തുർക്കി അങ്ങനെയല്ല. പാകിസ്ഥാനും 2016 തുർക്കിയിലെ അട്ടിമറി ശ്രമത്തെ പാകിസ്ഥാൻ ശക്തമായി അപലപിക്കുകയും തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ ഉറച്ച പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. അതുപോലെ കശ്മീർ വിഷയത്തിൽ തുർക്കി പാകിസ്ഥാന് സമ്പൂർണ്ണമായും പിന്തുണ കൊടുക്കുന്നു. തുർക്കിയുടെ അധികാരം ഏകദേശം സമ്പൂർണ്ണമായി തന്നെ പ്രസിഡന്റ് എർദോഗൻ കൈയടക്കിയിട്ടുണ്ട്. സമ്പൂർണ്ണ അധികാരം സമ്പൂർണ്ണ അഴിമതിക്ക് കാരണമാകുമെന്ന സിദ്ധാന്തം ഇവിടെ ശരിയായി വരുന്നുണ്ട്. ഇസ്ലാമിനെയും തുർക്കിഷ് ദേശീയതയും അധികാര കേന്ദ്രീകരണത്തിലുള്ള കേവല മാർഗമായി പരിഗണിക്കുകയാണ് എർദോഗൻ. അദ്ദേഹം ആഗ്രഹിക്കുന്നത് ആഗോള മുസ്ലിം നേതൃത്വമാണ്. സൗദിയും ഇറാനും ക്ഷണിച്ചതോടെ ഇനി ആഗോള മുസ്ലിങ്ങളുടെ ഖലീഫ എന്ന പദവി അനൌദ്യോഗികമായി തന്റെ മേൽ ചാർത്തി കിട്ടുമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. ഇത് ഇറാൻ ഇഷ്ടമല്ല. ഈ ആഭ്യന്തര വഴക്കാണ് സത്യത്തിൽ ഇസ്ലാമിക രാജ്യങ്ങളുടെ ഐക്യത്തിന് വിഭാഗമാകുന്നത്. ഇപ്പോഴും കടലാസിൽ മാത്രമുള്ള ഒരു കാര്യമാണ് ഇസ്ലാമിക നാറ്റോ. അതിന്റെ പ്രായോഗിക വശങ്ങളിലേക്ക് കടക്കുമ്പോൾ അത് സാധ്യമാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് BBC അടക്കമുള്ള ലോകമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിന് പ്രധാന കാരണമായി അവർ പറയുന്നത് സൗദി അറേബ്യയുമായും പാകിസ്ഥാനുമായും അമേരിക്കയ്ക്കുള്ള ബന്ധമാണ്. നിലവിലുള്ള സാഹചര്യത്തിൽ അമേരിക്കയുടെ എതിർപ്പ് മറികടക്കാൻ ഇവർക്ക് രണ്ടുപേർക്കും കഴിയില്ല. അതുകൊണ്ട് തന്നെ വിശാല ഇസ്ലാമിക രാഷ്ട്രം എന്നതുപോലെയുള്ള ഒരു സ്വപ്നമായി ഇസ്ലാമിക നാറ്റോ മാറാനുള്ള സാധ്യതകളും ഏറെയാണ്. നാറ്റോ സഖ്യം ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടതല്ല. എന്നാൽ ഇസ്ലാമിക നാറ്റോ എന്നതിന്റെ അടിസ്ഥാനം മതമാണ്. അതുതന്നെയാണ് ഏറ്റവും ഭയപ്പെടുത്തുന്നത്. മതത്തിന് വേണ്ടിയുള്ള ഏത് പ്രവർത്തനവും അവസാനം എത്തുക അതിലെ എക്സ്ട്രീമിസത്തിലേക്കാണ്. അതുകൊണ്ടാണ് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇസ്ലാമിക നാറ്റോ ഇസ്ലാമിക തീവ്രവാദത്തിന് വളക്കൂറുള്ള മണ്ണൊരുക്കുമെന്ന് ഭയപ്പെടുന്നത്.